അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ അരി നല്ലോണം കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. 1 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വേഗമുള്ള അരിയാണ്. മുത്തുമണി എന്നാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അരിൻ്റെ പേര്. ജയ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിക്ക് കുറച്ച് വേഗമുള്ള അരിയാണ്. പക്ഷെ നല്ല അരിയാണ് കേട്ടോ, അടിപൊളി അരിയാണ്. അപ്പോൾ ആ അരി കൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി വേഗം വേണ്ടി നേരെ എടുക്കും അത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം 1 മണിക്കൂർ. അപ്പോൾ നല്ല കുതിർന്ന് അവിടെ കിടക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ച്, നെയ്യൊന്നും ചേർക്കൂല ഇതിൽ. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം ഒരു 4 സവാള ഇട്ടിക്കണം. ഞാൻ പറഞ്ഞല്ലോ 3/4 കിലോ അരിയോളാണ് വെക്കണം. അപ്പോൾ ഒരു 4 സവാള, കുറച്ച് മസാല ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. 4 സവാള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്, തക്കാളി ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ എന്താ പറയുക, മുളക് പൊടി കുറച്ചൊക്കെ അതൊക്കെ വരും നമുക്ക് എങ്ങനെ നമ്മളെ വീട്ടിൽ എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വരും മറ്റേ തക്കാളിയും അതേമാതിരി തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ നമ്മളെ വീട്ടിൽ ഓരോരോ ടേസ്റ്റ് അല്ലേ, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരോ ടേസ്റ്റ് അല്ലേ, അതിനനുസരിച്ച് എത്ര വേണ്ടിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് അത് 3 ഓരോരോ, മുളക് പൊടി മാത്രം ഒരു 1/2 ടീസ്പൂൺ, ബാക്കി മൊത്തം ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. അതും ഇട്ട് കൊടുത്തിട്ട് നല്ല വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ കഴുകി വെച്ച 1 കിലോ ഇറച്ചിട്ടാണ്, ഒരു 3/4 കിലോ അരിക്ക് 1 ഇറച്ചിയാണ് കൂടുതൽ എടുത്തിക്കണം. എന്താ വെച്ചാൽ ഈ അരിയല്ലേ, ഇത് വേകുമ്പോൾ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇറച്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇറച്ചിൻ്റെ കൂടെ തന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇറച്ചി എന്താ വെച്ചാൽ ഇത് വേഗമുള്ള അരിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ടാലാണ് രണ്ടിൻ്റെ ഇറച്ചിൻ്റെ അതിൻ്റെ കൂടെ വേഗം പാകാവുള്ളൂ. എന്നിട്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കും പോലെ എന്താ പറയുക, ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ച പാത്രത്തിന് 1/2 പാത്രം അരി നല്ല കുതിർന്നതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ അതിലൊരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിന് ഉണ്ടാകുന്ന നോക്കിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിക്കണം. ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് ഞാൻ എന്താ പറയുക, ഇത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ നമ്മൾ അളവിന് എരിവും പുളിയൊക്കെ നോക്കിയിട്ട് അടച്ച് വെച്ച് ചെറുതീരിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോൾ അതേ മരിക്കാവും. നമ്മൾ കുതിർത്തി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മളെ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കണേക്കാളും കുറച്ച് കൂടുതലാവും. അടുപ്പൊക്കെ ഉള്ളവർക്ക് സുഖമാണ് അടുപ്പത്തിട്ട് വേവിക്കാൻ. അടുപ്പത്തിക്കണവർക്ക് നമ്മളിപ്പോൾ ഗ്യാസ് വെക്കണോണ്ട് കുറച്ച് സിമ്മിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഫുഡ്.